ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ തിരുവചനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം. നീ പാലായിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. കർത്താവേ, നിന്നിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. നീ മാത്രമാണ് ഏക മധ്യസ്ഥൻ. നിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ സ്നാനമേറ്റേ മതിയാകുള്ളൂ. കർത്താവേ, ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇതുവരെ നിന്നെ ധരിപ്പാനായി സ്നാനമേറ്റിട്ടില്ല എങ്കിൽ ഈ രാത്രി അവരുടെ മനസ്സിനെ നീ ഒരുക്കണമേ. നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളിവിടെ ഇരിക്കുന്നവരാണ്, അഥവാ വെളിയിൽ റോഡിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാൽ മതി. പ്രിയ സഹോദര, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ആരുണ്ട്? റോഡിൽ നിൽക്കുന്നവർക്കും കരങ്ങളെ ഉയർത്താം. എവിടെയായിരുന്നാലും കർത്താവിനെ സ്നാനപ്പെടുവാനായി താല്പര്യം. സഹോദരൻ കൈ താഴെ ഇട്ടാട്ടെ. ഇനിയും ആരെങ്കിലും ഉണ്ടോ? കൈ ഉയർത്തി. യേശു നിങ്ങളെ സ്നേഹിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. സഹോദരന്മാരിലോ സഹോദരിമാരിലോ ഒരു പ്രിയപ്പെട്ടവൻ കൈ ഉയർത്തി ഞാൻ കണ്ടു. ഇനി ആരെങ്കിലും സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലജ്ജിക്കാതെ കരങ്ങളെ ഉയർത്താമല്ലോ. ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെടുത്തി, സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സ്നാനപ്പെടുത്തി നിങ്ങളെ ഞങ്ങളുടെ ഒരു പുതിയ ഇവിടെ സഭ സ്ഥാപിക്കുവാനല്ല. നിങ്ങൾ സ്നാനപ്പെട്ടിട്ട് നിങ്ങൾക്കടുത്തുള്ള ദൈവമക്കളോടുകൂടെ ചേർന്ന് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കാവുന്നതാണ്. ഞങ്ങളിവിടെ സ്നാനം നടത്തി ഞങ്ങളോട് ചേരാനല്ല, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു പുതിയ സഭ സ്ഥാപിക്കുവാനല്ല. ആ ഉദ്ദേശത്തിലല്ല ഈ മീറ്റിംഗ് ഇവിടെ നടത്തുന്നത്. ഇനി സ്നാനപ്പെടുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോഡിൽ നിൽക്കുന്നവരിൽ, അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരിൽ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, ലോകമെൻ പിൻപേ ക്രൂശൻ്റെ മുൻപേ, ലോകമെൻ പിൻപേ ക്രൂശൻ്റെ മുൻപേ, ലോകമെൻ പിൻപേ ക്രൂശൻ്റെ മുൻപേ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ആരെങ്കിലും ഒരാൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. അതിനുശേഷം രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈ മനോഹരമായിരിക്കുന്ന നല്ല രാത്രിയിൽ, ഈ ടൗൺഹാളിൽ നടക്കുന്ന ഈ മഹായോഗത്തിൻ്റെ 4ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, വെള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റമില്ലാതെ അതിൻ്റെ മുഴുവൻ സത്യത്തോടുകൂടെ കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമ്മെ കേൾപ്പിക്കുവാനിടയായി. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തുയേശു എന്ന ഏക നാമമല്ലാതെ രക്ഷയ്ക്ക് വേറെ ഒരു നാമവുമില്ല. ആകയാൽ ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത് നമുക്കൊരു നല്ല നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നാം കർത്താവ് കൽപ്പിച്ച കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അവൻ കാണിച്ച മാതൃക പ്രകാരം നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ
അത് പ്രമാണിച്ചെങ്കിൽ മാത്രമേ, ജീവിതത്തിൽ പകർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു തമ്പുരാൻ പറഞ്ഞത്, മനുഷ്യൻ അതേ അപ്പത്തിനായിട്ടല്ല, വെള്ളത്തിനായിട്ടല്ല, ദൈവവചനത്തിനായി ദാഹിക്കുന്ന ഒരു കാലം വരും എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവവചനം കൊണ്ട് മനുഷ്യൻ ജീവിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന നിത്യജീവന് വേണ്ടി നിങ്ങൾ അധ്വാനിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി മനുഷ്യമുഖം നോക്കി ലജ്ജിതരായി, ദുരഭിമാനികളായി അതേ നാം മുമ്പോട്ട് പോയി നമ്മുടെ ജീവൻ നഷ്ടമാക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, നന്ദി പറഞ്ഞ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ പാലാപട്ടണത്തിൽ ഈ 4ാമത്തെ ദിവസവും ദൈവവചനം ഘോഷിപ്പാൻ താബീറിൻ്റെ ദാസനെയും ടീമിനെയും ഇവിടെ അയച്ചു. ഈ ദേശത്തെ അവിടുന്ന് സ്നേഹിച്ചു, ഈ ജനത്തെ അവിടുന്ന് സ്നേഹിച്ചു. അങ്ങയുടെ സന്ദേശം ഞങ്ങളുടെ കാതുകളിൽ മുഴക്കിയ അങ്ങയുടെ സ്നേഹത്തിനായി, കരുതലിനായി നന്ദി പറയുന്നു. അങ്ങയുടെ ദാസനെ അത്യധികമായി പിന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. തന്നുകൂടെ കടന്നു വന്ന മാതാപിതാക്കളുടെ സൗരസ്വരമാർന്നിൻ്റെ ദാസന്മാർ, കുഞ്ഞുങ്ങൾ, സൗര്യമാരെ എല്ലാവരെയും മുദ്രയിട്ട് പരിപാലിക്കണമേ. ഇവിടെ കടന്നു വന്ന സകല ജനത്തെയും ഈ രാത്രി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ അവരതിൽ ധൈര്യപ്പെട്ട അവസാനത്തോളം സഹിച്ച് നിൽക്കാനുള്ള കൃപ കൊടുക്കണമേ. രക്ഷിക്കപ്പെട്ട് സ്ഥാനമേറ്റ സഭകളോട് ചേർന്നിരിക്കുന്നവർ അവർ അവസാനത്തോളം നിൽക്കുവാൻ എല്ലാ ദിവസവും ആലോചന പറഞ്ഞ് നിരവകാശങ്ങളെ മുദ്രയിട്ട് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ സത്യനമസ്കാരികളായി വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി അവസാനത്തോളം ഉറച്ചു നിൽക്കേണ്ടതിന് സകല ആത്മീക അനുഗ്രഹങ്ങളാലും എല്ലാവരെയും ആശീർവദിക്കണമേ. നാളെ രാവിലെയും ഉച്ച കഴിഞ്ഞും വൈകുന്നേരവും നടക്കുന്ന അതേ കൂട്ടായ്മയിലേക്ക് ജനത്തെ കൂട്ടിവരുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ പരിവർത്തനങ്ങൾ ഉണ്ടായിരിക്കണമേ. ഇതിന് സംഘാടകരായ ഞങ്ങളുടെ സഹോദരന്മാർക്കായി സ്തോത്രം. അവരുടെ അധ്വാനത്തിന് അങ്ങയുടെ സന്നിൽ മഹാപ്രതിഫലമുള്ളത് കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവീനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിൻ്റെ കുഞ്ഞുങ്ങളെ നീ അധികമായി ധൈര്യപ്പെടുത്തി ശക്തീകരിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിലും ഇതിനകത്തും പുറത്തും ഈ പരിസരങ്ങളിലുമായി ദൈവവചനം കേട്ട നിൻ്റെ ജനമെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, ഇതിനുവേണ്ടി ചിലവിട്ടവരെ എല്ലാം നീ സമൃദ്ധിയായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണമേ. ആരുടെ എല്ലാം പേര് അങ്ങയുടെ പുസ്തകത്തിൽ എഴുതണമെന്ന് സ്വർഗം ആഗ്രഹിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം പേരുകൾ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന ദിനങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വം അപ്പച്ചനർപ്പിക്കുന്നു. ഈ രാത്രിയിലും കർത്താവേ, ദൈവവചനം കേട്ട ആരും രോഗികളായി കടന്നു പോകാതെ അവർ ധൈര്യത്തോടെ മുമ്പോട്ട് കടന്നു വന്ന് ദിനദാസൻ മുഖാന്തരം പ്രാർത്ഥിച്ചു വിടുതലും സൗഖ്യം പ്രാപിച്ചു പോകുവാനിടയാക്കണം. അടുത്ത ദിവസങ്ങളിൽ ഇതിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കൊണ്ട് ഇതിൻ്റെ വചനത്തെ ശക്തിയോടെ ഉറപ്പിച്ചെടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം മുറഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ 4 ദിവസവും നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു കൊണ്ടിരുന്നതിനാട് സ്തോത്രം ചെയ്യാം. അടുത്ത ദിവസങ്ങളിലും അന്ന് മാളിക മുറിയിൽ ഇറങ്ങിയതുപോലെ ഒരാത്മനദി നമ്മുടെ ബുദ്ധി ഒഴുകേണ്ടതിനാട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പട്ടണദേശങ്ങളിൽ ചുറ്റുപാട് പ്രദേശങ്ങളിൽ വലിയ ഒരു കൂട്ടത്തെ അടുത്ത ദിവസം കൊണ്ടുവരേണ്ടതിനാട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായും പിതാവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ വരവരെയും സകല വിശുദ്ധന്മാരോടും നാം ഏവരോടും കൂടെ ഇന്ന് മുതൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.